ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഹാഫ് ഇയർലിക്ക് ചോദിച്ചിട്ടുള്ള ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2022 ഹാഫ് ഇയർലിക്ക് ചോദിച്ചിട്ടുള്ള ജോഗ്രഫി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ജോഗ്രഫി 60 സ്കോർ ആണ് ഉള്ളത്. അതുപോലെ ഇതിന്റെ കൂടെ ഈ ഒരു പേപ്പറിന്റെ കൂടെ മാപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇത് നോക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം പാറ്റേണും ചോദിക്കുന്ന രീതിയെല്ലാം മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇൻ 2001 വാസ് 102.7 crore ആൻഡ് ഇറ്റ് ഇൻക്രീസ്ഡ് ടു 121.02 crore ഇൻ 2011. അപ്പോൾ പോയിന്റ് ഔട്ട് ദ ടേം റെഫറിംഗ് ടു ദ ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ. അതായത് 2001 എത്രയായിരുന്നു? 102.7 കോടി ഉള്ളത് 2011 ആയപ്പോഴേക്കും എത്രയായിട്ട് ഉയർന്നു? 121.02 കോടിയായിട്ട് ഉയർന്നു. ഈ ഒരു ചേഞ്ചിനെ എന്ത് പേരിലാണ്, ഏത് ടേം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുക? ഇതിൽ രണ്ട് ആൻസർ എഴുതിയാലും ശരിയാണ്. അതായത് ഓപ്ഷൻ എ എഴുതിയാലും ഓപ്ഷൻ ബി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതാണ് നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാം. അതിനെ പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്നും പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് അനലൈസ്ഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ലോക്കൽ ബോഡി എലക്ഷൻ ഹെൽഡ് ഇൻ യുവർ താലൂക്ക് ഫോർ ദ ലാസ്റ്റ് 15 years യൂസിംഗ് ജിയോഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഐഡന്റിഫൈ ദ സബ് ഫീൽഡ് ഓഫ് ജോഗ്രഫി ടു വിച്ച് ദിസ് സ്റ്റഡി ബിലോങ്സ് ടു. അപ്പൊ നമ്മൾ എന്ത് പഠനമാണ് നടത്തിയ? മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് പഠനമാണ് നടത്തിയ? ലോക്കൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പുകളുടെ വിവരമാണ് നമ്മൾ നടത്തിയല്ലേ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? തിരഞ്ഞെടുപ്പ് ഭൂമിശാസ്ത്രം, ഇലക്ടോറൽ ജോഗ്രഫി എന്ന് നമുക്ക് പറയാം അല്ലെ. സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് എമംഗ് ദി നേഷൻസ് ഹാവ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ദ വേൾഡ്? അപ്പൊ തന്നിരിക്കുന്നവയിൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള കൺട്രി കണ്ടെത്താനാണ് പറഞ്ഞിട്ടല്ലേ. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ പുരുഷ അനുപാതം. അതായത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഓപ്ഷൻ ബി ലത്വിയ ആണ് കേട്ടോ. ലത്വിയ. ഓക്കെ അല്ലേ? അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് ഇൻഡസ്ട്രി ടു വിച്ച് ദ ഷുഗർ ഇൻഡസ്ട്രി ബിലോങ്സ് ടു. അപ്പൊ അതിന്റെ മലയാളം വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പഞ്ചസാര വ്യവസായം ഏതു വിഭാഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്കറിയാം. എന്താണ്? ഓപ്ഷൻ എ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാർഷികാധിഷ്ഠിത വ്യവസായത്തിലാണ് പെടുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ബിഗ് ഇഞ്ച് എന്നുള്ളത്? എന്താണ് ബിഗ് ഇഞ്ച് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. പൈപ്പ് ലൈൻ ക്യാരിയിങ് പെട്രോളിയം ഇൻ USA. അപ്പൊ ഇതിന്റെ മലയാളം വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ബിഗ് ഇഞ്ച് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന്. അപ്പൊ ഓപ്ഷൻ സി പെട്രോളിയം വഹിക്കുന്ന USA പൈപ്പ് ലൈൻ ആണ് അത് ബിഗ് ഇഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദ വേൾഡ്? അതായത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രപാതയാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രപാത, അതായത് ദ നോർത്തേൺ അറ്റ്ലാന്റിക് സീ റൂട്ട് ആണ് തിരക്കേറിയ സീ റൂട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 6 ക്വസ്റ്റ്യനിൽ നിന്ന് 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ 7th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ക്രൂഡ് ബർത്ത് റേറ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? അതായത് CBR ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ദ നമ്പർ ഓഫ് ലീവ് ബർത്ത്സ് ഇൻ എ ഇയർ പെർ 1000 ഓഫ് പോപ്പുലേഷൻ അല്ലേ. ഓർമ്മയുണ്ടോ അത്? ഓക്കെ, അവിടെ അതാണ് എഴുതേണ്ടത് കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഫാർ സെക്സ് റേഷ്യോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വുമൺ? ഈ ഒരു ടോപ്പിക്, അതായത് ഈ ഒരു ഭാഗം എടുത്തു കളഞ്ഞതാണ്, ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പൊ ഇത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ വെൽഫെയർ സ്കൂൾ ഓഫ് തോട്ട് ഇൻ ഹ്യൂമൻ ജിയോഗ്രഫി? വെൽഫെയർ സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ള ടോപ്പിക്കും ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണ്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാസ് മീഡിയ, റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് മാസ് മീഡിയ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ്. അപ്പൊ എന്താണ് മാസ് മീഡിയ എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. അതുപോലെ അതിനുള്ളൊരു എക്സാമ്പിൾ പലതരത്തിലുണ്ട്. റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ അതും എഴുതുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത് അല്ലേ. ഓക്കെ, ഇൻസ്പെക്ട് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ടേബിൾ നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കുക. കാണുന്നില്ലേ? ഓക്കെ, ടേബിൾ കണ്ടല്ലോ. അപ്പൊ നമുക്കിതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓൺലി സെൻസസ് ഇയർ വിച്ച് റെക്കോർഡഡ് നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഏത് ഇയറിലാണ് നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഉണ്ടായത് എന്ന് നോക്കാം. മലയാളം വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പ്രതികൂല ജനസംഖ്യാ വളർച്ച രേഖപ്പെടുത്തിയ ഏക സെൻസസ് വർഷം ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതാണ്?
അതാ കാണുന്നുണ്ടോ രണ്ടാമത്തേത്? ഓക്കെ, 1921 കേട്ടോ. ഇത് നമുക്ക് ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻസസ് ഇയർ ദാറ്റ് രജിസ്റ്റേർഡ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഫ്രം ദ പ്രീവിയസ് സെൻസസ്. അപ്പോൾ ഏതാണ് ഹയസ്റ്റ് ആയിട്ടുള്ള വരുന്നത്? ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. പ്രീവിയസ് സെൻസസിനേക്കാൾ ഹയസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? അപ്പോൾ നമുക്കറിയാം 1971 കേട്ടോ. കാണുന്നുണ്ടോ? 71 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ വിച്ച് സെൻസസ് ഇയർ ദ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏതു സെൻസസ് വർഷത്തിന് ശേഷമാണ് ജനസംഖ്യ വളർച്ചയുടെ ശതമാനം കുറയാൻ തുടങ്ങിയത്? ഏത് സെൻസസിന് ശേഷം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എവിടെയാ? ഏത് സെൻസസിന് ശേഷമാണ് കുറയാൻ തുടങ്ങിയത്? നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് ആണ് 1971. അതിനുശേഷമാണ് എന്തുണ്ടായത്? കുറയാൻ തുടങ്ങിയത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ സിയുടെ ആൻസറും 1971 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നോക്കാം. 1951 1981 കാലഘട്ടത്തെ ജനസംഖ്യാ പ്രസ്താവനത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്നു. ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനം സാധൂകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ 1951 മുതൽ 81 വരെ ജനസംഖ്യ പ്രസ്താവനത്തിന്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പ്രസ്താവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പീരീഡ് ഫ്രം 1951 to 1981 ഈസ് റെഫേർഡ് ആസ് പീരീഡ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് സപ്പോർട്ട് ഓഫ് ദ ടേബിൾ. അപ്പൊ നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത്? 1951 ശേഷം എന്താണ് പോപ്പുലേഷൻ നോക്കൂ, 13.31 ഉണ്ടായിരുന്നത് പെട്ടെന്ന് കൂടി വന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 1951 മുതൽ 71 വരെയുള്ള ഈ കാലഘട്ടം എന്ത് എന്ന് അറിയപ്പെടുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ടേബിൾ കണ്ടാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 12th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മുംബൈ ദാറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫസ്റ്റ് മോഡേൺ കോട്ടൺ മിൽ ഇൻ ഇന്ത്യ? അപ്പോൾ ഈ ഒരു ടോപ്പിക്കും ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ 13th ക്വസ്റ്റ്യൻ അതും എന്താണ്? ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ജലപുനഃചംക്രമണം, ജലപുനരുപയോഗം എന്നിവ ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ എന്ന നിലയിൽ ജലപുനഃചംക്രമണം, ജലപുനരുപയോഗം എന്നിവയുടെ സാധ്യതകൾ എഴുതാനാണ് പറയുന്നത്. അതായത് നമ്മുടെ മലിനമായിട്ടുള്ള ജലം കൊണ്ട് പിന്നീട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ജലം കൊണ്ടുള്ള പുനരുപയോഗം എന്താണ് എന്നുള്ള പോയിന്റ്സ് ആണ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. 3 പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് പറയാം? ഈ മലിനജലം, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്ത വാട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്ടൻസിൽസ് കഴുകിയ വെള്ളമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചെടികൾക്ക്, ഗാർഡനിങ്ങിന് ഉപയോഗിക്കാം അല്ലെ? ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ പിന്നെ വരുന്ന മലിനജലങ്ങൾ എന്ത് ചെയ്യാം? ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കാം. അതുപോലുള്ള പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. Write possibilities of recycle and reuse of water as a measure to improve fresh water availability. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ വേണ്ട, നമുക്ക് 20th ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാനുള്ളത്. റൈറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ്രാവിഡിയൻ ലാംഗ്വേജസ് ആൻഡ് ദെയർ സ്പീച്ച് ഏരിയാസ്. ദ്രാവിഡ ഭാഷകളുടെ ശാലകളും അവ സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങളും എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം നമുക്ക് പറയാം, അതിന്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാല എന്ന് പറയുന്നത് സൗത്ത് ദ്രാവിഡിയൻ, സെൻട്രൽ ദ്രാവിഡിയൻ, നോർത്ത് ദ്രാവിഡിയൻ എന്നുള്ളതാണ്. സ്പീച്ച് ഏരിയാസ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങൾ തമിഴ്നാട്, മധ്യപ്രദേശ്, ഒറീസ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഒക്കെ ഇതിൽ വരും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21 അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് പറയാം. Which are the important regions associated with pastoral nomadism? അപ്പൊ ഏതൊക്കെയായിരുന്നു? ഒരു പ്രദേശം നമുക്ക് യുറേഷ്യയിലെ തുണ്ട്ര റീജിയനെ പറയാം. രണ്ടാമതായിട്ട് ആഫ്രിക്കയിലെ സൗത്ത് വെസ്റ്റ് ഏരിയാസ്, അതുപോലെ തന്നെ മഡഗാസ്കർ ഐലാൻഡിലൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 22 നോക്കാം. വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ? അതായത് അതിന്റെ മലയാളം തോട്ടവിളകളുടെ സവിശേഷതകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുറെ പോയിന്റ്സ് നമുക്കറിയാം അല്ലേ? ഓക്കെ, ഒരു എത്ര മാർക്കിനാണെന്ന് നോക്കാം. 3 മാർക്കിനാണ്. ഒരു 4 പോയിന്റ് എന്തായാലും എഴുതുക.
ഓക്കെ അല്ലേ? അപ്പോൾ തോട്ടവിളകൾ എങ്ങനെയായിരിക്കും? 3 പോയിന്റ് ശരിക്കും മതി, എന്നാലും നിങ്ങൾ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് 4 പോയിന്റ് എഴുതേണ്ടി വരും. അപ്പോൾ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ലാർജ് എസ്റ്റേറ്റ് ആയിരിക്കും, അതുപോലെ ലാർജ് ക്യാപിറ്റൽ വേണം, മൂലധനം അധികം വേണം, പിന്നെ എന്താണ്? സിംഗിൾ ക്രോപ്പ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കും, അതുപോലെ ചീപ്പ് ലേബർ ഒക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ 4 പോയിന്റ് നോക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 23 നോക്കിയാലോ? ഓക്കെ, ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ വിച്ച് ആർ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു കൾച്ചറൽ ഫാക്ടറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം വാരണാസി, അതുപോലെ ജെറുസലേം ഒക്കെ. അവിടെ എന്താണ്? ജനങ്ങൾ കൂടുതലാണ്. കാരണം അവിടെ എന്തുകൊണ്ടാണത്? ഒരു കൾച്ചറൽ ഫാക്ടർ ആണല്ലേ. അതായത് അവിടെ എന്താണ്? ഒരു എന്താ പറയുക, ദൈവികമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുപോലെ ഇപ്പോൾ ഡൽഹി, മുംബൈ പോലുള്ള ടൗണിൽ എന്താണ്? അത്രയും ജനങ്ങളുണ്ട്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്. കാരണം എന്താണ്? അവിടുത്തെ എന്താണ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം എന്താണ്? അവിടെ അത്രയും എന്താണ് ഹൈപ്പിൽ അല്ലെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് കാരണം ജനങ്ങൾ എന്തായും അട്രാക്ട് ചെയ്യും, സിറ്റിയിലേക്ക് അട്രാക്ട് ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ജനങ്ങൾ കൂടാനുള്ള കാരണം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാരണങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 24 നോക്കാം അല്ലെ. ഇനി പറയുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, 24th ക്വസ്റ്റ്യൻ നോക്കാം. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിശദീകരിക്കാനാണ് പറയുന്നത്. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ ഒന്ന് നമുക്ക് എന്ത് പറയാം? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, നല്ല വാട്ടർ ഉള്ളവർക്ക് ജനങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ ലാൻഡ് ഫോം പറയാം, ക്ലൈമറ്റ് പറയാം, സോയിൽ പറയാം, അല്ലെ? ഇതൊക്കെ പറയാം. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, 25th ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായ സ്ഥാന നിർണയ ഘടകം എന്ന നിലയിൽ വിപണി ലഭ്യതയെ കുറിച്ച് എഴുതാൻ. ഇതിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. 25th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അബൌട്ട് ദ റോൾ ഓഫ് ആക്സസ് ടു മാർക്കറ്റ് ആസ് എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീസിന്റെ മെയിൻ ഫാക്ടറാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വ്യവസായശാലകളുടെ ഒരു മെയിൻ പാർട്ടാണ് വിപണി എന്ന് പറയുന്നത്. അതായത് വ്യവസായശാലകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ എവിടെയാണ് കൊണ്ടുപോയി വിൽക്കുന്നത്? മാർക്കറ്റിലാണ്. അപ്പൊ മാർക്കറ്റ് അവരുടെ ഒരു പ്രധാന ബ്രാഞ്ച് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിപണിയുടെ ലഭ്യതയെ കുറിച്ചിട്ട് എഴുതാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മാർക്കറ്റ് എന്താ എന്ന് മനസ്സിലാക്കണം. അതായത് കസ്റ്റമർ എന്ത് ചെയ്യാണ്? അവരുടെ ആവശ്യങ്ങൾ വാങ്ങുന്ന സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ അമേരിക്ക, അതുപോലെ ജപ്പാൻ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ്? പർച്ചേസിംഗ് പവർ കൂടുതൽ. അതായത് അവർ മാർക്കറ്റിന് നന്നായിട്ട് യൂട്ടിലൈസ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. പർച്ചേസിംഗ് പവർ കൂടുതലാന്ന് വെച്ചാൽ അവർ കൺസ്യൂമിങ് കൂടുതലാണ്. അതായത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായമാണ് ആംസ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ 26th ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കാം. 1981 ശേഷമുള്ള ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയുടെ ഘട്ടത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 4 ഫേസ് ആണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ 4 ഫേസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 1901 മുതൽ 21 വരെ, രണ്ടാമത്തെ ഫേസ് 1921 മുതൽ 51 വരെയാണ്, മൂന്നാമത്തെ ഫേസ് വരുന്നത് 1951 മുതൽ 81 വരെ, നാലാമത്തെ ഫേസ് ആണ് 1981 ശേഷമുള്ളത് പറയുന്നത്. ഇവിടെ എന്താ ഉണ്ടായത്? ബർത്ത് റേറ്റ് എന്താണ്? കുറയാണ് ചെയ്തത്, ജനന നിരക്ക് കുറയാണ് ചെയ്തത്. കാരണം എന്താണ്? പീപ്പിൾസ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ആൻസർ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ 26ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോപ്പ്ഡ് ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ അത് നോക്കുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൺസൂണിനോടുള്ള ആശ്രയത്വം മൂലം ഇന്ത്യൻ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഏവ? അതായത് നമ്മൾ ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനം എന്ന് പറയുന്നത് കൃഷിയിൽ എല്ലായിടത്തേക്കും എന്താണ് എത്തുന്നില്ല. ഒരു 33% മാത്രമാണ് ഈ ഇറിഗേഷൻ കൊണ്ട് കാര്യമുള്ളൂ. ബാക്കി നമ്മൾ അഗ്രികൾച്ചറൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, മഴയെ ആശ്രയിച്ച് നിൽക്കുന്നതാണല്ലേ. അപ്പൊ ഈ മഴ പെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്താവും? അതായത് നമ്മളെ ക്രോപ്പ് എല്ലാം നശിച്ചു പോകും. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താവും? ആ ഒരു ഏരിയയിൽ കനാൽ വാട്ടർ ഇറിഗേഷൻ നടക്കാതെ പോകും, അത് അപകടാവസ്ഥയിലാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് ആയിട്ടുള്ള രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റ്സ്. ഈ ഡ്രൗട്ട് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞാൽ വരൾച്ച വരാൻ സാധ്യതയുള്ള ഏരിയ. അവിടെയും മഴ ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? അപകടത്തിലാവും എന്നുള്ളതാണ് കൃഷി.
അതുപോലെ അപ്പൊ ഈ നമ്മുടെ ഈ കൃഷി എന്തിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മഴയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ കൃഷി എന്തായാലും നശിച്ചു പോകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ മഴ കൂടുതൽ ലഭിച്ചാലും എന്താണ് പ്രശ്നമാണല്ലേ കൃഷിക്ക്, അത് പ്രശ്നമാണ്. അതായത് എന്താണ് ഫ്ലഡിലേക്ക് അത് നയിക്കും എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫ്ലാഷ് ഫ്ലഡ് നടന്നിരുന്നു. ഏതാ? 2006-ലും 2017-ലും നടന്ന ഫ്ലാഷ് ഫ്ലഡ്. എവിടെ? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും നടന്ന ഫ്ലാഷ് ഫ്ലഡ് ഇതിനുള്ള ഉദാഹരണമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ 29th ക്വസ്റ്റ്യൻ നോക്കാം. താഴ്ന്ന മാനവിക വികസന നിലവാരമുള്ള രാജ്യങ്ങളുടെ സവിശേഷതകൾ ഏവ എന്നുള്ളതാണ്. അതേപോലെ ഇംഗ്ലീഷ് ഇവിടെ നോക്കാം. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കൺട്രീസ് വിത്ത് ലോ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പോൾ നമുക്കിവിടെ എഴുതുന്നത് 33 കൺട്രീസ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്ത്? ലോ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉള്ള 33 കൺട്രീസ് ആണുള്ളത്. ഇതിൽ മെജോറിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി എന്താണ്? കൺട്രീനെയാണ് ഈ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ മെജോറിറ്റി ഓഫ് കൺട്രീസും എന്താണ്? സ്മോൾ കൺട്രീസ് ആയിരുന്നു അല്ലെ? സ്മോൾ കൺട്രീസ് ആയിരുന്നു. അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇല്ലാത്ത എന്നുള്ളതിന് ഒരു കാരണം, ഒന്ന് നമുക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അവിടെ എന്താണ് നടക്കുന്ന തർക്കങ്ങളായിരിക്കാം, അതിന്റെ ഇന്റേണൽ അല്ലെങ്കിൽ ആന്തരികമായിട്ട് നടക്കുന്ന തർക്കങ്ങളായിരിക്കാം ഒന്ന്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഡിസീസ് പ്രോൺസ് ആയിട്ടുള്ള, അതായത് വല്ല അസുഖങ്ങളോ ബാധിച്ചിട്ടോ, ഇപ്പൊ നമ്മൾ കൊറോണ ഒക്കെ അതിലുള്ള ഉദാഹരണമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വാർ നടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ്? ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ 30th ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷീരകൃഷിയെ പറ്റി ഒരു ലഘു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഡയറി ഫാമിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് എഫിഷ്യന്റ് ടൈപ്പ് ഓഫ് റിയറിംഗ്. എന്താണ് റിയർ ചെയ്യുന്നത്? ആനിമലിന്റെ മിൽക്ക് ശേഖരിക്കുന്ന രീതിയാണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് നല്ല ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. കാരണം എന്താണ്? ആനിമൽ ഷെഡ് വേണം, സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം, അതായത് ആനിമൽസിന്റെ ഫുഡ് എടുത്തു വെക്കാൻ, അതുപോലെ ഫീഡിംഗ് മെഷീൻ അല്ലെങ്കിൽ മിൽക്കിംഗ് മെഷീൻസ് ഒക്കെ ഇവിടെ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്? ഈ ആനിമൽസിന്റെ ഹെൽത്തും അത്രയും ഇമ്പോർട്ടന്റ്, അതിന് നോക്കാനും ആള് വേണം. അതുകൊണ്ട് ലേബർ ഇന്റൻസീവ് ആണെന്ന് കൂടെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ഉദാഹരണങ്ങളായിട്ട് ഡയറി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡയറി ഫാമിംഗിന്റെ ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റുന്നത് എവിടെയാണ്? നമുക്ക് പറയാം നോർത്ത് വെസ്റ്റ് യൂറോപ്പ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് കാനഡയാണ്, തേർഡ് എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് ഈസ്റ്റേൺ ഓസ്ട്രേലിയ, അതുപോലെ ന്യൂസിലാൻഡ് ഒക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഭൂവിവരണങ്ങൾ തിരിഞ്ഞ് തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കട്ടെ. ഏറ്റവും അധികം കുടിയേറ്റക്കാരെ ആകർഷിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളത്. മഹാരാഷ്ട്രയാണ്. അത് ഡ്രോപ്പ്ഡ് ആണ്, ഡിലീറ്റഡ് പോർഷൻ ആണ്. ഓക്കെ, എന്നാലും നോക്കിക്കോ. ഓക്കെ, അപ്പൊ ബി നോക്കാം. 1991, 2001 കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. രണ്ടാമത്തിന്റെ ഉത്തരം. അടുത്ത സി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗര സമുദായം ഗ്രേറ്റർ മുംബൈ ആണ്. അത് ഡ്രോപ്പ്ഡ് ആണ്, എങ്കിലും നിങ്ങൾ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഡി നോക്കാം. നമുക്ക് തമിഴ്നാട്ടിലെ ഒരു പുരാതന നഗരം എന്ന് പറയുന്നത് ഏതായിരുന്നു? മധുര നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൻഷ്യൻ ടൗണ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ നോക്കാം. നമുക്ക് കാപ്പി കൃഷി വ്യാപകമായ പ്രദേശങ്ങൾ ഏതാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഹൈലാൻഡ്സ് ഓഫ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ട് ഏതൊക്കെയാണ് പെടുന്നത്? കർണാടക, കേരള, തമിഴ്നാട് പെടുന്നതാണ് കേട്ടോ. ഏത് വേണേലും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എഫ് നോക്കാം. തുറമുഖ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഉരുക്കുശാല എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. ഇതും ഡിലീറ്റഡ് പോർഷനിൽ പെടുന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. 2022 ഇത് ഹാഫ് ഇയർലിക്ക് ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? ഇനി വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ജോഗ്രഫിയുടെ ക്ലാസ്സസ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ചാനൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, വെറും 3 മാസമായിട്ടുള്ളൂ. 3 മാസം ഇതേ ആയതുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാത്തത്. നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്തായാലും മോഡൽ എക്സാമിന്റെ മുന്നേ മാക്സിമം നോക്കുന്നുണ്ട് ക്ലാസ്സസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് മറ്റു വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് ആയത്. പിന്നെ ജോഗ്രഫി എന്ന് പറഞ്ഞത് ഓപ്ഷണൽ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. കാരണം എനിക്ക് കുട്ടികൾ പറയുന്നതാണ് വലുത്. ഓക്കെ, അപ്പം നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം റിക്വസ്റ്റ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ക്ലാസ്സസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ എക്സാം നന്നായിട്ട് എഴുതുക, ഒരു ടെൻഷനും വേണ്ട, കൂളായി പോയിട്ട് എക്സാം എഴുതുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ.